ദൈവത്തിന് സ്തോത്രം. ഈ നല്ല പ്രഭാതത്തിനായിട്ട് വലിയവനായ ദൈവത്തെ നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്താം. നമ്മൾ ഒട്ടും ആമുഖമില്ലാതെ നേരെ നമ്മുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ ക്ലാസ് പ്രയോജനപ്പെടുത്തുന്നു എന്ന് ഞാൻ കരുതട്ടെ. എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈജിയം ഓഫ് ഇന്ത്യയുടെ യൂട്യൂബിലുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് നേരെ ഡയറക്റ്റ് അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. നിങ്ങളത് അപ്രകാരം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ യൂട്യൂബിൽ മുഴുവൻ ക്ലാസ്സുകളും വർഷങ്ങളായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്കത് ലഭ്യമാണ്. അതിൻ്റെ കൂടെ ഇതും ലഭ്യമാണ്. ഓരോ ദിവസവും അത് എഡിറ്റ് ചെയ്ത് ഓഫീസിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം എന്ന് നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ എഫേസോസിലെ സഭയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അത് AD 70 മുതൽ 170 വരെയുള്ള വർഷങ്ങൾ എഫേസോസ് കാലയളവായിട്ടാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഭാഗം നമ്മൾ അവസാനിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ സഭയായ സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക. 8-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെയുമാണ് ആ ഭാഗം. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു സഭയാണ് ആസിയയിലെ അല്ലെങ്കിൽ ഏഷ്യ മൈനറിലെ സഭയാണ് സ്മുർന്ന സഭ. ഇത് ഏഷ്യ മൈനറിലെ ഏറ്റവും മനോഹരമായ ഒരു നഗരമായിരുന്നു സ്മുർന്ന. ഇന്നും അതൊരു വളരെ ജനനിബിഡമായ ഒരു സ്ഥലമാണ്. വളരെ പോപ്പുലേഷൻ ഉണ്ട് അവിടെ. ഇന്നത്തെ അതിൻ്റെ പേര് ഈസ്മീർ എന്നാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിൽപ്പന ചരക്ക്, അവരുടെ വരുമാന മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മൂര്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പൊന്ന്, മൂര്, കുന്തുരുക്കം. അതിൽ ആ മൂര് എന്ന് പറയുന്നത് സ്മുർന്ന പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു വിൽപ്പന ചരക്കായിരുന്നു ഈ മൂര്. അതുകൊണ്ട് തന്നെ ആ പേരിൽ നിന്നാണ് സ്മുർന്ന എന്ന പേരുണ്ടായത്. സ്മുർന്ന എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. എഫേസോസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു.
അയഞ്ഞത് എന്നാണ്. സ്മുർണ എന്ന പേരിന്റെ അർത്ഥം കയ്പ് എന്നാണ്. വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നുപോയ ഒരു സഭയാണ് സ്മുർണ സഭ. അതുകൊണ്ട് സ്മുർണ സഭയെ പീഡിത സഭയെന്ന് വിളിക്കുമായിരുന്നു. ഈ പീഡനത്തിന്റെ കാലയളവിലാണ് ഇവിടുത്തെ ബിഷപ്പായിരുന്ന പൊളികാർപ്പോസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, രക്തസാക്ഷിയായി മാറിയത്. അദ്ദേഹം രക്തസാക്ഷിയായത് AD 155 ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ്. അങ്ങനെ സഭയിൽ വലിയ പീഡനം അനുഭവിച്ചു. സ്മുർണ സഭയിൽ ആ കാലയളവിൽ മാനസികമായും ശാരീരികമായും സഭ കണ്ടമാനം ഞെരുക്കപ്പെട്ടു. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ കാണാം, ാണ് ഇവർക്കുള്ള ദൂത് കൽപ്പിക്കുന്നത്. 2-ാം വാക്യത്തിൽ, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. ആദ്യനും അന്ത്യനുമായവൻ എന്ന പേരുള്ള ഏക വ്യക്തിയുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ആദ്യനും അന്ത്യനുമായവനാണ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാണ്, പക്ഷേ കർത്താവ് നിമിത്തം നീ അനുഭവിക്കുന്ന കഷ്ടതയും ദാരിദ്ര്യവും പിന്നെ എന്താണ്? യഹൂദനെന്ന് പറയുന്നു എങ്കിലും യഹൂദന്റെ യാതൊരു ക്വാളിറ്റിയുമില്ലാത്ത സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. അപ്പൊ സ്മുർണയിലെ പീഡയിലൂടെ കടന്നു പോകുന്ന സ്മുർണ സഭയെ ദൈവം അറിയുന്നു. അവർ സമ്പന്നരായിരിക്കെ തന്നെ അവരെന്തുവാണ്? ദാരിദ്ര്യവും കഷ്ടതയും അവർ അനുഭവിക്കുകയാണ്. സമ്പത്തുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും കർത്താവിന് വേണ്ടി അതെല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണിയ സഭയാണ് സ്മുർണ സഭ. സൗകര്യങ്ങൾക്കല്ല വില, ത്യാഗത്തിനാണ് വില. സൗകര്യത്തിനോ സൗന്ദര്യത്തിനോ അല്ല ദൈവമക്കളെയും പ്രാധാന്യം, കർത്താവിന് വേണ്ടി എരിഞ്ഞു തീരുന്നതിലാണ് പ്രാധാന്യം. കർത്താവിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, വില കൊടുക്കാൻ ഒരു സഭ തയ്യാറാകുമ്പോഴാണ് ദൈവം ആ സഭയെ അറിയുന്നത്, ആ വ്യക്തിയെ അറിയുന്നത്. ഇന്ന് നമ്മളുടെ ഈ ഡിവൈസിൽ കടന്നു വരുന്ന സകലരെയും ദൈവത്തിനറിയാം. ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, മിദ്യാന്യ പാളയത്തിൽ നിന്ന് സകല സന്നാഹങ്ങളും വന്ന് ദൈവജനമായ ഇസ്രായേൽ കൊയ്തു കൂട്ടി വയ്ക്കുന്നത് തട്ടിക്കൊണ്ടുപോകും. ആ ജനത്തിന്റെ വേദന അറിഞ്ഞ, കൃഷി ചെയ്ത്
ധാന്യം മെതിച്ച് കൂട്ടിവെക്കുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന ദൈവജനത്തിന്റെ വേദനയെ അറിഞ്ഞവൻ അവരുടെ നടുവിൽ നിന്ന് ഒരു വ്യക്തി എഴുന്നേൽപ്പിച്ചു. അതാണ് ഗിദെയോൻ. ദൈവം അറിയുന്നുവെങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്. സ്മുർന്നയിലെ സഭയിലെ കഷ്ടതയും ദാരിദ്ര്യവും അറിഞ്ഞ ദൈവം അവര് മാത്രമല്ല, നമ്മുടെ ഒക്കെ ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഈ ഡിവൈസിലിരിക്കുന്ന നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് തോന്നുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു 50% എങ്കിലും ജീവിതത്തിന്റെ ദാരിദ്ര്യം അറിഞ്ഞവർ ഇതിനകത്ത് കാണും. നമ്മുടെയൊക്കെ കുട്ടിപ്രായം ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു എബവ് 55, ഒരു 50-55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം, പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് രാജ്യത്ത് ഒന്നുമില്ലാതിരിക്കുമ്പോൾ തന്നെ രാജ്യം യുദ്ധത്തിലേക്ക് വലിച്ചിടപ്പെട്ട കാലം, ദാരിദ്ര്യത്തിന്റെ മൂർത്ത ഭാവം അനുഭവിച്ചവർക്കാണ്. ഞാനതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷെ ദൈവമക്കളെ, ആ ദാരിദ്ര്യത്തിന്റെ കാലം അറിഞ്ഞ ദൈവം ഇന്ന് നിങ്ങളും തിരിഞ്ഞു നോക്കിയേ. ആ നാളിലൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളവരെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ അയൽവക്കത്തെ ഒരു ഏലിയാം ചേച്ചി എന്നെ വിളിച്ചോണ്ട് പോയി എന്തെങ്കിലും തന്നുവിടും. ചക്കയുള്ള കാലത്ത് വരുന്ന വഴിക്ക് തന്നെ പ്ലാത്തേ കയറിയിരുന്ന് ചക്കപ്പഴം ഒരെണ്ണം തിന്നിട്ട് താഴെ ഇറങ്ങി വരൂ. ഒരു കപ്പ ചുട്ടു തിന്നാൻ കൊതിച്ച കാലങ്ങൾ. പക്ഷെ ഇന്ന് ദൈവം എന്റെ കാര്യം മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ പേജുകളൊന്ന് മറിച്ചു നോക്കിയാൽ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലങ്ങളെ അറിഞ്ഞ ദൈവത്തെ ഞാൻ രാവിലെ ഈ ഡിവൈസിന്റെ മുൻപിൽ കാണുന്നു എന്ന് വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമ്മളുടെ ദുഃഖത്തിന്റെ കാലങ്ങളെ ദൈവം, പ്രൈസ് ദ ലോർഡ്, ദൈവം മാറ്റി. നമ്മളുടെ സങ്കടങ്ങളുടെ കാലങ്ങളെ ദൈവം മാറ്റി. ഇന്നത്തെ നമ്മുടെ പ്രശ്നം സമ്പന്നതയാണ്, സമൃദ്ധിയാണ്. സമൃദ്ധി ഉള്ളത് കൊണ്ട് പ്രാർത്ഥനയില്ലാതായി. സമൃദ്ധി ഒരു പരിധിവരെയും ആത്മീക ജീവിതത്തിലെ നഷ്ടക്കണക്കുകൾ ഉണ്ടാക്കിയത് മുഴുവൻ സമൃദ്ധിയുടെ കാലങ്ങളാണ്. ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടായിരുന്ന കാലത്ത് കൃത്യമായ പ്രാർത്ഥനയും ദൈവത്തെ വിളിച്ചും ദൈവത്തോട് അയ്യം വിളിച്ചും ജീവിച്ചവരാണ് നമ്മൾ. അന്ന് അതിരാവിലെ എഴുന്നേറ്റ് അതിരാവിലെ തിരുസന്നിധിയിൽ നിന്നുള്ള പാട്ടുപാടുമായിരുന്നു. ദുഃഖവും നെടുവീർപ്പും ഉണ്ടായിരുന്ന കാലത്ത് ഒരു നുള്ളു ചോറ് കിട്ടിയാൽ പ്രാർത്ഥിച്ച് കഴിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ അതിന്റെ മുൻപിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിക്കൂ. ഇത് തന്നല്ലോ കർത്താവേ. അങ്ങനെ ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ വളരെ പ്രാർത്ഥനാ നിർഭരമായി അറിയാവുന്നത് പോലെയൊക്കെ നമ്മൾ ജീവിച്ചു. ഇന്നിപ്പോൾ സമൃദ്ധിയായി. ഇന്നെന്തിന്റെ കുറവ്? എന്തിന്റെ കുറവുള്ള? സമൃദ്ധിയുടെ നടുവിൽ പ്രാർത്ഥന നിന്നുപോയി. ഇന്ന് തിരക്കോട് തിരക്കാണ്. പ്രാർത്ഥിക്കാൻ ഒരുമിച്ചിരുന്നിട്ട് നാളുകളായി. ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല. കഷ്ടതയുടെ നടുവിൽ. അല്പം മുമ്പ് ഞാൻ ഹിന്ദി മേഖലയിലുള്ള നമ്മുടെ മിഷണറിമാരുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവര് തീവ്രമായ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഛത്തീസ്ഗഡില്.
കഠിനമായ വേദനകളിലൂടെ ആ സഭ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിസ്തരിക്കപ്പെടുകയാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വീറോടെ നിൽക്കുന്നവരെ കാണണമെങ്കിൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ചെല്ലണം. ദൈവമക്കളെ, കഷ്ടതയും ഞെരുക്കവുമുള്ള കാലത്ത് ദൈവത്തെ ധാരാളമായി സ്നേഹിക്കാൻ അറിയുന്നവരാണ് നമ്മൾ. ആ കാലങ്ങളിൽ നമ്മളെ അറിഞ്ഞ ദൈവമുണ്ട്. അവനിന്ന് രാവിലെ കൃപയാൽ 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 ഞാനിരിക്കുന്ന എൻ്റെ ഡിവൈസിന്റെ മുൻപിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് അവനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയുന്ന എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. മരിച്ചിട്ട് ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ അരുളി ചെയ്യുന്നു, ഒന്ന്, നിന്റെ ദാരിദ്ര്യവും കഷ്ടതയും ഞാൻ അറിയുന്നു. രണ്ട്, യഹൂദരെന്ന് പേരുണ്ടെങ്കിലും അതിൻ്റെതായ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാത്ത, ന്യായപ്രമാണം കൂട്ടാക്കാത്ത, ദൈവ സന്നിധിയിൽ അല്ലെങ്കിൽ അബ്രാഹാമിന്റെ മക്കൾ എന്ന പേരിന് യാതൊരു അർഹതയും ഇല്ലാത്തവരെ സഹിക്കുന്ന സ്മുർണ സഭയെ ദൈവം അറിയുന്നു. അവരാരാണ്? അവർ സാത്താന്യ ആരാധനയുള്ളവരാണ്. സാത്താന്റെ പള്ളിക്കാരാണ് അവര്. അവർ ദൈവവുമായി യാതൊരു ബന്ധമുള്ളവരല്ല. സാത്താന്റെ പള്ളിക്കാരായവർ, സാത്താനെ ആരാധിക്കുന്നവർ. യഹൂദനായിരിക്കെ യഹൂദന്റേതായ യാതൊരു മഹത്വമില്ലാതെ സാത്താനെ ആരാധിക്കുന്ന ആ വിഭാഗത്തിന്റെ ദൂഷണം, അതിൻ്റെ അകത്ത് സ്മുർണ സഭ അനുഭവിക്കുന്ന വേദന നമ്മുടെ കർത്താവ് അറിയുന്നു. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, കഷ്ടതയും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. രണ്ട്, സാത്താന്റെ പള്ളിക്കാരായിട്ടുള്ളവരെ നീ സഹിക്കുന്നത് ഞാൻ അറിയുന്നു. പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. ആ സഭ നാൾതോറും പീഡനങ്ങൾക്കകത്തൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ വളർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പീഡനത്തിലൂടെയാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്തെഫാനോസിന്റെ കാലയളവിലാണ് പീഡനങ്ങളുടെ ആരംഭം. സ്തെഫാനോസ് ആണല്ലോ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി. സ്തെഫാനോസിന്റെ മരണത്തോടുകൂടെ അനേകരെ ഭീതിയിലാഴ്ത്തി. അനേകർ ദേശം വിട്ടുപോയി. ചെന്നവരെല്ലാം ചെന്നു ചേർന്നിടത്തെല്ലാം സഭ ആരംഭിച്ചു. സ്മുർണയിലെ സഭ, അതിന്റെ പേര് തന്നെ കയ്പെന്നാണ്. കയ്പേറിയ അനുഭവങ്ങളിലൂടെ തിക്താനുഭവങ്ങളിലൂടെ സഹിഷ്ണുതയോടെ മുന്നേറുന്ന സ്മുർണ സഭയെ അറിയുന്ന ദൈവം. സാത്താന്റെ പള്ളിക്കാരുള്ള സാത്താന്യ ആരാധന ഇന്നുമുണ്ട്. നമ്മുടെ നടുവിലൊക്കെ ഉണ്ട് സാത്താന്യ ആരാധന. അവിടെ ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് ഉള്ള ചില പ്രദേശങ്ങളിൽ സാത്താന്യ ആരാധന നടക്കുന്നു. നമ്മൾ ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിൽ അതിന്റെ ധാരാളം സ്റ്റേഷൻസ് ഉണ്ട്.
ഒരു കാലത്ത് നമ്മളൊക്കെ വിചാരിച്ചു അതൊന്നും വെസ്റ്റേൺ കൾച്ചറാണ്, വിദേശത്തെ ഉള്ളൂ എന്ന്. അല്ലല്ല, ഇതിന്റെ എല്ലാം വക്താക്കൾ ഇവിടെയുണ്ട്. നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ വിശ്വാസത്തെ പരിത്യജിക്കുന്ന ഒരു വിശ്വാസ സമൂഹം വളർന്നു വരുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. അവർക്ക് പള്ളിയില്ല, പള്ളിയിൽ പോകണ്ട. ആരാധനയില്ല, ആരാധന നിന്നുപോയി. ഇതൊരു കോവിഡ് കാലത്തെ ഉൽപ്പന്നമാണ്. വിശ്വാസമില്ല, പക്ഷെ ക്രിസ്ത്യാനികളാണ്. അങ്ങനെ ഒരു തലമുറ വളർന്നു വരുന്നു. ദൈവം എന്ന് പറയുന്ന അങ്ങനെ ഒന്നില്ല. ഒരു ദൈവത്തിലും വിശ്വാസമില്ല, സാത്താനിലും വിശ്വാസമില്ല. സാത്താനുമില്ല, ദൈവവുമില്ല, ദൈവാശ്രയവുമില്ല. അവർ മനുഷ്യനായി, ബുദ്ധിജീവികളായി അവർക്കുള്ള സൗകര്യങ്ങളെയും സമ്പത്തിനെയും വേണ്ടതുപോലെ വിഭാവന ചെയ്ത് ജീവിക്കുന്നു. ആ കൂട്ടർക്ക് വിവാഹം വേണ്ട, ആ കൂട്ടർക്ക് കുടുംബം വേണ്ട, ആ കൂട്ടർക്ക് മക്കൾ വേണ്ട. നമ്മളുടെ മക്കളിൽ തന്നെ പലരും അങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പള്ളി പോവില്ല. ഏത് മതത്തിലും ഏത് വിഭാഗത്തിലുമുള്ളവർ വിവാഹം കഴിച്ച് ഒരാരാധനയും ഇല്ലാതെ അവരങ്ങനെ പോകുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. എപ്പിക്യൂരിയൻ സിദ്ധാന്തം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ, വേറെ ഒന്നുമില്ല. ഇതാണ് സാത്താന്റെ പള്ളിക്കാരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗം. അതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. അവർക്കുമുണ്ട് തിരുവത്താഴം. ആ പേര് ശരിയല്ലെന്ന് എനിക്കറിയാം, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കുർബാന പോലെയുള്ള സംവിധാനം അവരും ചെയ്യുന്നു. അവരുപയോഗിക്കുന്നത് സ്ത്രീകളുടെ മെൻസസ് പീരീഡിന്റെ സമയത്തുള്ള ബ്ലഡാണ്. വിവസ്ത്രരാണ്. നമ്മൾ ദൈവത്തെ വാഴ്ത്തി പാടുന്നിടത്ത് അവർ സാത്താനെ വാഴ്ത്തി പാടുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അതിന്റെ നടുവിൽ അതെല്ലാം പരസ്യമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമെല്ലാം അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതിനാൽ നമ്മിലുള്ള വിശ്വാസം തണുത്തു പോകാതിരിക്കാൻ അതിനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. അതിന് നമ്മുടെ മോർണിംഗ് ഫെലോഷിപ്പ് ഒത്തിരി സഹായകരമാണ്. എല്ലാ ദിവസവും ഒരു കൂട്ടായ്മ കിട്ടുകയാണ്. നമ്മൾ ദിവസവും നേരം വെളുത്ത് എഴുന്നേറ്റ് നമ്മളുടെ മുറ്റമടിച്ച് ക്ലീൻ ചെയ്യുന്നത് പോലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ വന്നിരുന്ന് നമ്മളെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യാൻ ഈ കൂടിവരവ് സഹായിക്കുന്നു എന്ന് അറിയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഈ ശുശ്രൂഷയ്ക്ക് ഒരു ഭംഗം വരാതെ മുൻപോട്ട് പോകുന്നതിന്റെ കാരണം അതാണ്. അനേകരെ ഇത് ഒരുക്കുന്നു, അനേകരെ വിശുദ്ധിയിലും ദൈവകൃപയിലും നിൽക്കാൻ ഇത് സഹായിക്കുന്നു. ഞാൻ പറയട്ടെ, കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും ദുരിതങ്ങളുടെയും നടുവിൽ നമ്മളുടെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. പ്രാർത്ഥനാ ജീവിതത്തിന് കുറവ് വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് തടസ്സം വരുത്തുന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ വകഞ്ഞു മാറ്റി നമ്മൾ നിൽക്കാനായിട്ട് ശ്രമിച്ചു കൊള്ളണം എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പൊ സാത്താനെ ആരാധിക്കുന്ന ആ കൂട്ടരെയാണ് സാത്താന്റെ പള്ളിക്കാർ എന്ന് പറയുന്നത്. അടുത്ത 10-ാം വാക്യം നിങ്ങൾ നോക്കൂ. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു.
മൂരിന് ഒരു പ്രത്യേകതയുണ്ട്. മൂര് കയ്പാണ്, പക്ഷെ അത് തീയിലിട്ടാൽ ഭയങ്കര സുഗന്ധമാണ്. വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് അത് വാങ്ങാനായിട്ട് കിട്ടും. കുന്തിരുക്കം പോലെ തന്നെ ഒരു സുഗന്ധവർഗമാണ് മൂര്. അത് കത്തിച്ചാൽ അതിൽ നിന്ന് ഉയരുന്നത് സുഗന്ധമാണ്. ദൈവമക്കളെ, സ്മുർന്നയിലെ ധാരാളം ദൈവമക്കൾ ഈ ലോകത്തിന്റെ പീഡകളുടെ അഗ്നിയിൽ സുഗന്ധവാസനയായി മാറി. എരിഞ്ഞു തീർന്നു ധാരാളം ജീവിതങ്ങൾ. അവരാണ് ഇന്ന് നമ്മൾക്ക് ശക്തിയും ഊർജവും പകരുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ രക്തസാക്ഷികളായി മാറിയവർ. അനേകർ ദൈവത്തിന് സൗരഭ്യ വാസനയായി മാറി. നിങ്ങൾക്ക് സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. അതിന്റെ അടിയിൽ നിങ്ങളൊരു വരവരച്ചിടണം. എനിക്ക് സഹിപ്പാനുള്ളതിനെ കുറിച്ച് ഞാൻ പേടിക്കണ്ട. ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ച് നീ പേടിക്കണ്ട. രാവിലെ ദൈവം നമുക്ക് തരുന്ന ഒരു വാഗ്ദത്തമാണ്. നമ്മുടെ മുൻപിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 രാജമുടിയുള്ളവൻ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവും ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. ഓരോ ഡിവൈസിന്റെയും മുൻപിൽ ഇരിക്കുന്നവരോട് അരുളി ചെയ്യുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്ക വേണ്ട. പ്രൈസ് ദി ലോർഡ്. എന്തുമാകട്ടെ, എന്റെ കർത്താവിന്റെ ശാശ്വത ഭുജം എനിക്ക് കീഴെയുണ്ട്. എന്റെ കൂടെ ഒന്ന് പറയണം കേട്ടോ. ഞാൻ സഹിക്കേണ്ടി വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് ഇന്ന് രാവിലെ കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തരികയാണ്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യട്ടെ. എന്തും വരട്ടെ ദൈവമക്കളെ, എന്തും വരട്ടെ. ഇന്ന് രാവിലെ 2025 ഓഗസ്റ്റ് മാസം 15-ാം തീയതി രാവിലെ സമയം ഈ ഡിവൈസിൽ ഒരുക്കത്തോടെ കാത്തിരിക്കുന്ന, ഉണർവോടെ ജാഗരിക്കുന്ന, വിശ്വാസത്തോടെ അവനോട് ചേർന്നിരിക്കുന്നവരോട് കർത്താവ് നൽകുന്ന ഒരു വാഗ്ദത്തമാണ്, മോനെ മോളെ, നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. എന്തും വരട്ടെ, ഭയപ്പെടേണ്ട എന്ന് എനിക്ക് വാഗ്ദത്തം തന്ന നിസ്സാരക്കാരനല്ല, ആദ്യനും അന്ത്യനുമായവൻ, മരണത്തെ അതിജീവിച്ചവൻ, കല്ലറകളുടെ മുദ്രകളെ പൊട്ടിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ഓ, ഇന്ന് രാവിലെ എന്നെ കാണാൻ എന്നെ മനസ്സിലാക്കിയവൻ, ഞാൻ ഇരിക്കുന്ന ഡിവൈസിന്റെ മുൻപിൽ ഇറങ്ങി വന്നിട്ട് ഓരോ കുഞ്ഞുങ്ങളോടും പറയുന്നത് ഞാൻ വിശ്വാസ കണ്ണുകൊണ്ട് കാണുക.
നീ മരണം വരെയും സഹിപ്പാനുള്ളത് പേടിക്കണ്ട. സ്മുർന്നയിലെ സഭയ്ക്ക് കൊടുത്ത ദൂത് ഇന്ന് ഈ വചനം കേൾക്കുന്ന ചില ജീവിതങ്ങൾക്കായി കർത്താവ് രൂപപ്പെടുത്തി തരികയാണ്. ഏറ്റെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കഠിനമായ പീഡനങ്ങളിൽ കൂടെ ആ സഭ കടന്നുപോയപ്പോഴും അടുത്ത വാക്കിതാണ്, മരണപര്യന്തം വിശ്വസ്തരായിരുന്നു. സഹിപ്പാനുള്ളത് പേടിക്കണ്ട. മരണപര്യന്തം, മരണം വരെ വിശ്വസ്തനായിരിക്കണം. രാവിലെ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, മരണം വരെ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരിയോ തെറ്റോ എനിക്കറിയില്ല. ഒരു കാലത്ത് നമ്മളുടെ കേരളത്തിലെ ഒരു ലീഡിംഗ് പാർട്ടിയിൽ അംഗത്വം എടുക്കണമെങ്കിൽ കൈയുടെ അണിവരൽ മുറിച്ച് രക്തം കൊണ്ട് എഴുതണമായിരുന്നു. അങ്ങനെയാണ് അവർ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയാമോ? മരണം വരെ രക്തം ചിന്തേണ്ടി വന്നാലും ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കും എന്നതാണ്. തീർന്നു പോകുന്ന, കുഴിയിൽ അവസാനിക്കുന്ന ഈസത്തിനു വേണ്ടി അണിവരൽ മുറിച്ച് പ്രതിജ്ഞയെടുത്ത് ജീവനെങ്കിൽ ജീവൻ വെച്ച് ആ പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ ഇടയിൽ അതിനേക്കാളൊക്കെ എത്രയോ മഹത്വമാണ് എനിക്ക് വേണ്ടി ജീവൻ തന്ന്, എനിക്ക് വേണ്ടി രക്തം തന്ന്, എനിക്ക് വേണ്ടി മരിച്ച്, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട്, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, എന്നെ സ്നേഹിച്ച്, എൻ്റെ പാപങ്ങളിൽ എന്നെ സ്നേഹിച്ച്, എൻ്റെ വേദനകൾ എന്നെ താങ്ങി, എൻ്റെ സങ്കടങ്ങൾ എന്നെ സൂക്ഷിച്ച എൻ്റെ കർത്താവിന് വേണ്ടി എന്തും സഹിപ്പാൻ, മരണപര്യന്തം, മരണം വരെ എന്തും സഹിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഒരു വാക്ക് അവനോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഒരു സമർപ്പണത്തിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുകയും നമ്മെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ഞാനത് പിന്നെ മറ്റൊരു ദിവസം പറയാം. ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.